ഇല്ല സജേട്ടാ, ഏപ്രിൽ 9 ഫ്രീ ആവാൻ പറ്റൂല. അന്ന് നമുക്ക് കുറച്ച് ബിസി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. നിങ്ങളും തിരക്കാവരുത്. ജനാധിപത്യ രാജ്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പ് ദിനമാണെന്ന്. ഇനി അടുത്ത 5 കൊല്ലം നമ്മളെ ആര് ഭരിക്കണമെന്ന്, സോറി, നമ്മളെ ആര് അങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ, ഇങ്ങോട്ട് ചാടടാ കുഞ്ഞിരാമ എന്നും പറഞ്ഞ് നിയന്ത്രിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്ന ദിവസം. ഇപ്പം നേരം വെളുത്തു കഴിഞ്ഞാൽ അലാറത്തിന്റെ ആവശ്യമൊന്നുമില്ല. പ്രചരണം തുടങ്ങിയിട്ടുണ്ട്, അതും പല വക പ്രചരണം. നമസ്കാരം, വീണിടം വിദ്യാക്കുന്നവൾ നിങ്ങളുടെ സ്വന്തം വിദ്യ. ഈ തെരഞ്ഞെടുപ്പ് ദിനം പ്രഖ്യാപിക്കുന്നതിൻ്റെ അന്ന് അറിയാതെ ആ ന്യൂസിൻ്റെ മുമ്പിൽ ഒന്ന് ഇരുന്നു പോയി. എൻ്റെ പൊന്നു ദൈവമേ, ഈ കൊച്ചുങ്ങളെ വായിന്ന് നമ്മൾ എന്തെങ്കിലും കേൾക്കാതിരിക്കണമല്ലേ. രാവിലെ മുതലുള്ള കാര്യങ്ങൾ മുക്കിയും മൂളിയും വിക്കിയും കാറ്റും കോളും മുട്ടായിരം മണമൊക്കെ കൂടെ നമ്മളെ മൂക്കിലോട്ട് ഇങ്ങ് അടിച്ച് അവസാനം നമുക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ മാത്രം വിഴുങ്ങി പറയൂലേ, അതുപോലെ ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് ദിനമെന്ന് പറഞ്ഞ് അങ്ങ് തീർന്നു. ഇത് ലോകത്തിലെ മൊത്തം കാര്യങ്ങളും പറഞ്ഞു ബോറടിപ്പിച്ച് അവസാനം മൊഴിഞ്ഞ്. ഏപ്രിൽ 9 ഈ കല്യാണ തീയതി നിശ്ചയിച്ചതുപോലെ പിന്നെ എന്തിനെങ്കിലും സമയമുണ്ടോ? കുറച്ചുപേര് നേരെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുക, കുറച്ചുപേര് സ്വർണ്ണം സാരി വാങ്ങിക്കുക, വേറെ 4 പേരാണെങ്കിൽ കല്യാണം വിളിക്കാൻ 4 പാടേക്ക്. എവിടെയെങ്കിലും ഓടിയിട്ട് നമുക്ക് എത്താൻ പറ്റുന്നോ? വിത്തിൻ 1 അവർ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച് റോഡ് ഷോയ്ക്ക് ഇറങ്ങിയവരുണ്ട്. 24 മണിക്കൂർ എന്ന് വെച്ചാൽ 3 ദിവസമാണെന്ന് നമ്മളെ തെളിയിച്ചവരുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ദിനം അമ്മയുടെ മീറ്റിങ്ങും ഒരുമിച്ചാക്കിയാലോ എന്ന് തീരുമാനിച്ചവർ വരെയുണ്ട്. ഇനി ആരൊക്കെ ഏതൊക്കെ ജില്ല തൂക്കുമെന്നും കണ്ടറിയണം. തെരഞ്ഞെടുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാർ VIP കളാണ്. പ്രിയപ്പെട്ട നാട്ടുകാരെ, വോട്ടർമാരെ, ഇത്രയും സ്നേഹത്തോടെയൊക്കെ വിളിക്കുക അറിയോ? ഈ വിളിയിലാണ് നമുക്ക് വോട്ടുണ്ടെന്നേ നമ്മൾ തന്നെ അറിയണത്. മാത്രമല്ല, കഴിഞ്ഞ ഇലക്ഷന് തോറ്റേ പിന്നെ നമ്മുടെ എക്സ് മെമ്പർ മുഖത്തോല് നോക്കാതെ പിണങ്ങി തിരിഞ്ഞു നടന്നതാണ്. പുള്ളിക്കാരൻ വീണ്ടും ചിരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഡേറ്റ് തീരുമാനിച്ച് പറയും വരെ ഉള്ളിലൊരു പുകച്ചിലാണ്. എന്തിന്, ആർക്ക് വേണ്ടി? എന്നാലും ഒരു പുകച്ചിൽ. ഈ സ്വർണത്തിൻ്റെ വില നിലവാരം നോക്കണത് സ്വർണം വാങ്ങിക്കാനോ വിൽക്കാനോ കയ്യിലൊന്നും ഇല്ലയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലേ. എന്നാലും അത് അറിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ദീർഘനിശ്വാസം വരില്ലേ, അതുപോലെ. അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഏതോ ഒരു ചാനലിൽ തെറിവിളി കേൾക്കണത്. നോക്കിയപ്പോൾ എന്ത്, സ്വന്തം പാർട്ടി സീറ്റ് കൊടുത്തില്ല എന്നും പറഞ്ഞ് പിണങ്ങി അടുത്ത പാർട്ടിയിലേക്ക് ഓടി. ഉളുപ്പുള്ളവൻ നിൽക്കുമോ ആ പാർട്ടിയിലൊന്നും ഒരു കമൻറ്റും കൂടി. പിന്നെ സീറ്റ് തന്ന അച്ഛൻ ഇല്ലെങ്കിൽ ചിറ്റപ്പൻ, അത്രയേ ഉള്ളൂ. പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ലേ? ഇത്രയും നാൾ സ്വന്തം കുടുംബത്തിന് വേണ്ടി എന്ന പോലെ കഷ്ടപ്പെട്ട് റീത്ത് വേണ്ടിടത്ത് റീത്തും ബൊക്ക വേണ്ടിടത്ത് ബൊക്കയും കുഴിക്കേണ്ടടുത്ത് കുഴിച്ചും വെട്ടേണ്ടടുത്ത് വെട്ടിയും കെട്ടേണ്ടടുത്ത് കെട്ടിയും നടന്നിട്ട് അവസാനം അമേരിക്കയിൽ നിന്ന് മോൻ വന്നപ്പം ഇരിക്കാൻ കസേര നീട്ടിയിട്ട് കൊടുത്ത് വീടിൻ്റെ വിൽപ്പത്രം എടുത്ത് കൈ കൊടുത്ത പോലെ ആയില്ലേ? ദേഷ്യം വരും. അതല്ലെന്നേ, തെരഞ്ഞെടുപ്പ് ഡേറ്റ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി ഓടി നടന്നങ്ങ് ഉദ്ഘാടനമാണ്. പണ്ട് അപ്പൂപ്പ നട്ട മാവിലെ മാങ്ങ നമ്മൾ ഇപ്പം ഇരുന്ന് തിന്നണില്ലേ, അതുപോലെ ആരോ നാട്ട കല്ലിൻ്റെയൊക്കെ ഓടി നടന്ന് ഉദ്ഘാടനം. അതിപ്പോൾ പണി തീർന്നിട്ടാണെങ്കിൽ കുഴപ്പമില്ല, പണി തീർന്നും തീരാതെയൊക്കെ ഓടിപ്പോയി ഉൾക്കടിച്ച് ഫോട്ടോ പതിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം. ആ പാർട്ടി ഇതേ സാധനം കൊണ്ടുവന്നപ്പം അറഞ്ചാം പുറഞ്ചാം എതിർത്തവരാണ്. അതല്ല എനിക്ക് മനസ്സിലാവാത്തത്. അവർ കല്ലിടും, ഇവർ ഉൾക്കടിക്കും, ഇവർ കല്ലിടും, അവർ ഉൾക്കടിക്കും. എന്നാൽ സ്വപ്പ കാത്തിരുന്നിട്ട് ഉൾക്കടിച്ചാൽ മാത്രം പോലെ. നോട്ട് ദ പോയിന്റ്. നിൽക്കുന്ന സ്ഥാനം അനുസരിച്ച് ചെയ്യുന്ന കുറ്റത്തിൻ്റെ തോത് മാറും. തോന്നിയിട്ടുണ്ടോ? ഈ പാർട്ടി നിന്നുകൊണ്ടാണ് പെണ്ണുങ്ങളോട് അതിക്രമം കാണിച്ചാൽ അത് ദിവ്യ പ്രണയം, മറ്റേ പാർട്ടി നിന്നുകൊണ്ടാണെങ്കിൽ അത് പീഡനം. അതുമല്ല കോമഡി, ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ്റെ ലീലകൾ കൊണ്ട് വിത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അയ്യപ്പൻ്റെ ബർത്ത്ഡേ അന്വേഷിക്കുന്ന തിരക്കിലാണ്. വേറൊരിടത്ത് സ്വന്തം ഇല്ലത്തുനിന്ന് കിട്ടിയ ഭക്ഷണം പോരാന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങി കാസർഗോഡുള്ള അമ്മാത്ത് പോയപ്പം അവിടെ ഉള്ള ഒരു കഞ്ഞി എടുത്ത് കന്നിന് കൊടുത്തു. വേറെ ചിലർ അഡ്വാൻസ് ആയിട്ട് അടിച്ചു വെച്ച പോസ്റ്ററൊന്നും ഉപകാരത്തിനില്ലാത്തതുകൊണ്ട് നമ്മളെ സെൽവേണ്ണന് കപ്പലണ്ടി പൊതിയാൻ കൊടുത്തിരിക്കുന്നു. ഇതാ പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ സ്ഥിരമായിട്ട് ശത്രുക്കളില്ല, സ്ഥിരമായി സീറ്റ് മാത്രമേ ഉള്ളൂ. ഈ പ്രചരണമൊക്കെ ഇപ്പം ഡിജിറ്റലായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാഥയിൽ ലൈവ്, സ്വീകരണത്തിൻ്റെ ക്ലോസ് ഷോർട്ട്, പ്രസംഗത്തിൻ്റെ ഇടയിൽ BGM. തനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനേക്കാൾ ഉപരി അവൻ എന്തൊക്കെ ചെയ്തില്ല എന്ന് വിളിച്ചു പറയാൻ PR ടീമും. എവിടെയെങ്കിലും നമ്മൾ രാവിലെ അത്യാവശ്യത്തിന് പോവാൻ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ പാല് വെച്ചിട്ട് തിളക്കണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ വരും ഒരു ഫോൺ. ആർക്കോ അത്യാവശ്യത്തിന് വായു ഗുളികയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി എടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സ്ഥാനാർത്ഥിയുടെ ഓൺ വോയിസ്. താൻ എന്തൊക്കെ ചെയ്തു, മറ്റവൻ എന്തൊക്കെ ചെയ്തില്ല. ഇതൊരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി. 2 വൃത്തിയെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ഈ പോരാളി നമ്മളെ വഴക്ക് പറയണത് പോലെ റേഡിയോ പോലെ ഇങ്ങോട്ടെല്ലാം പറയണ കേൾക്കണം, അങ്ങോട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല, അത് പണ്ടും അങ്ങനെയാണല്ലോ. തിരിഞ്ഞു നോക്കുമ്പോൾ ആ പാലത്രയും തിളച്ച് പൊങ്ങിയിട്ടുണ്ടാവും. വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ച് ഓർക്കൂല, പിന്നെ കൊടുക്കാൻ തോന്നില്ല. തോന്നിയിട്ടില്ലേ? പിന്നെ റോഡ് ഷോ. ഈ കാറിൻ്റെ കമ്പനിയൊക്കെ പുതിയ കാർ ലോഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരിവരായിട്ട് പോകണമല്ലോ. ഒരു 8-10 കാറ്, ഏതോ കാറിൻ്റെ ഇടയിൽ നിന്ന് 2 കൈ മാത്രം കാണാം. നമ്മുടെ സ്ഥാനാർത്ഥിയാണെന്ന് തോന്നണം. അല്ലെങ്കിൽ ഈ റോഡിലൊക്കെ ഇറങ്ങി നടക്കാൻ പറ്റുമോ? എപ്പോഴാണ് ഇടിഞ്ഞു വീണേന്ന് ആർക്കറിയാം?
പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം പ്രായമൊക്കെ ആയില്ലേ അതുകൊണ്ടാണെന്ന്. പ്രായമായി കഴിഞ്ഞാൽ പിന്നെ റിട്ടയർ എടുത്ത് വീട്ടിൽ ഇരുന്നാൽ പോരെ, മരണം വരെ അധികാരത്തിലിരിക്കാൻ. ഇത് റഷ്യൊന്നും അല്ലല്ലോ. ചിലർ പറയും ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എങ്കിൽ മത്സരിക്കാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന്. നമ്മുടെ 6-ാം തമ്പുരാ സിനിമയിൽ അപ്പൻ തിരുമേനി പറയുന്ന പോലെ ട്രസ്റ്റ് തീരുമാനിക്കുമെന്ന്. ട്രസ്റ്റ് ആരാ? ഞാനും അമ്മയും കുഞ്ഞമ്മയും. ഇനി ഹൈക്കമാൻഡ് വേണ്ടാന്ന് വെച്ചാൽ വെറുതെ വിടുമോ? ഓടിപ്പോയി വിമതൻ. ജയിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടൊന്നുമല്ല, പൊളിച്ച് കൈ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം. ഇല്ലെങ്കിൽ നേരെ അടുത്ത പാർട്ടിയിലേക്ക്. അവരാണെങ്കിൽ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മകൻ വിളിച്ചുകൊണ്ട് വന്നുകൊണ്ട് മാത്രം വിളക്ക് കൊടുത്ത് കൈ കയറ്റണ അമ്മായിയമ്മയില്ലേ, അതുപോലെ മനസ്സിലാണെങ്കിൽ ഒരു ദിവസം ചായ എങ്ങാനും തരാതിരിക്കട്ടെ, വെട്ടിക്കൊല്ലാമെന്നുള്ള കണക്കൂട്ടലുകൾ മാത്രം. തലക്കെട്ടുകളാണ് ഇപ്പൊ പ്രചരണത്തിന്റെ ഒരു ശക്തി. വിശ്വസ്തതയുടെ നിറകുടം പറയണതാര്? സ്വന്തമായിട്ട് കൂടെ കൊട പിടിച്ചുകൊണ്ട് നടക്കണവനെ പോലും വിശ്വാസം ഇല്ലാത്തവർ. നല്ലത് തുടരും, നല്ലതേ തുടരാവും. മാറ്റങ്ങൾ തുടരാൻ പോകുന്നു. നാറ്റയ്ക്ക് സാവാതിരുന്നാൽ മാത്രം മതി. ഐക്യത്തോടെ മുന്നോട്ട്, ഐക്യം ഒഴിച്ച് ബാക്കി എല്ലാം കാണും. ഭരണമാറ്റത്തിന്റെ കാഹളം. ഭഗവാനെ, കാവടി തുള്ളിയാണ് പോണത്, കിട്ടിയാൽ മതിയായിരുന്നു. പുതുയുഗം പിറക്കും എന്ന് കുറച്ച് യുഗപുരുഷന്മാർ ജനഹൃദയങ്ങളിൽ, ഹൃദയത്തിലല്ല വയറ്റിൽ കത്രിക. ഒന്നായി മുന്നേറാം. പാലം കടക്കുവോളം മാത്രം അക്കൗണ്ട് തുറക്കും. മിനിമം ബാലൻസ് എങ്കിലും ഉണ്ടായിരുന്നാൽ മതി. യുവത്വം ഭരിക്കട്ടെ എന്ന് 70 വയസ്സ് കഴിഞ്ഞ ഒരു കൂട്ടം യുവാക്കൾ. തോൽക്കുന്നവരെ ആത്മവിശ്വാസം വളരെ നല്ലതാണ് അല്ലേ? ഒരു മിക്സി വാങ്ങിയാലോ ഫാൻ വാങ്ങിയാലോ എന്തിന്, ഒരു ബൾബ് വാങ്ങിയാൽ പോലും ഗ്യാരണ്ടി ചോദിക്കണം നമുക്ക്. ഈ 5 വർഷത്തേക്ക് ഒരു ഗ്യാരണ്ടി ഇല്ലേ? ഒരിടത്ത് ഉപ്പിടാതെ പാറ്റ വീണ കഞ്ഞി, വേറൊരിടത്ത് ഇലയില്ലാതെ തറയിൽ വിളമ്പിയ സദ്യ, മറ്റൊരിടത്ത് ചരൽ വാരിയിട്ട ബിരിയാണി. അപ്പോൾ ഏപ്രിൽ 9-ന് കയ്യിൽ കുത്തിയ മഷി ഉണങ്ങും മുമ്പേ പെട്രോളിൻ്റെ വില കൂടും, ഗ്യാസിൻ്റെ വില കൂടും, കറണ്ട് ബില്ല് കൂടും, പുതിയ തരം ടാക്സും ഫൈനും ഒക്കെ കണ്ടുപിടിച്ച് വരും. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വെച്ച് തന്നെ നമ്മൾ പോയി കുത്തണം. കുത്തിയില്ലെങ്കിൽ SIR പിടിച്ച് പുറത്താക്കും. മാത്രമല്ല, ഒരു ചെറിയ പ്രതീക്ഷ, ഇനി വരും തലമുറയുടെ കാലത്തെങ്കിലും നേരും നിറയോടുകൂടി ആരെങ്കിലും വരുമെന്നുള്ള വിശ്വാസം. വോട്ടവകാശത്തിനോടുള്ള ചെറിയ കൂറുകൊണ്ട് മാത്രം. നന്ദി, നമസ്കാരം.